സർക്കാരിനെതിരെ ഉടൻ ഒരു ധൂർത്തടി ആരോപണത്തിനുള്ള സ്കോപ്പ് ഒത്തിട്ടുണ്ട്. എന്താണല്ലേ, ഇതേ നോക്കിയേ, ഇന്നലെ ഒരു പ്രഖ്യാപനം പുറത്തു വന്നിട്ടുണ്ട്. ലോകകപ്പിൽ കേരളത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ സഞ്ജു സാംസണിന് തലസ്ഥാനത്ത് ആദരവ് നൽകാൻ കേരളം തയ്യാറാകുന്നു എന്നുള്ള പ്രഖ്യാപനം മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇക്കാര്യം അറിയിച്ചത്. സ്വാഭാവികമായിട്ടും തലസ്ഥാനത്ത് സഞ്ജുവിന് അർഹിക്കുന്ന തരത്തിൽ അദ്ദേഹം കേരളത്തിന്റെ പേരും പെരുമയും പ്രശസ്തിയും വാനോളം ഉയർത്തിയ പശ്ചാത്തലത്തിൽ ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിക്കൊണ്ട് മികച്ച ഇന്നിംഗ്സ് കാഴ്ചവെക്കുകയും ചെയ്ത സാഹചര്യത്തിൽ മികച്ചൊരു ആദരവ് തന്നെ നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പ്രതിപക്ഷത്തെ സംബന്ധിക്കുന്നിടത്തോളം എന്താകും? ഇത് ഭരണപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്, ധൂർത്താണ് എന്ന ആരോപണം ഉന്നയിക്കും. എന്തുകൊണ്ടാണ് മുൻകൂട്ടി ഇത് പറയുന്നു എന്നല്ലേ? ഇത് നേരത്തെ ഇവർ ചെയ്തിട്ടുണ്ടെന്നേ. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മോഹൻലാലിന് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചു. ആ പുരസ്കാരം ലഭിച്ച പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് സർക്കാർ തലസ്ഥാനത്തൊരു ആദരവ് നൽകിയിരുന്നു. അതും അദ്ദേഹത്തിന്റെ സിനിമയിൽ മുൻ അഭിനയിച്ച താരങ്ങളെ എല്ലാം വരുത്തി മികച്ച രീതിയിൽ തലസ്ഥാന നഗരവും ഒപ്പം തന്നെ മോഹൻലാലിനെ പോലും വിസ്മയിപ്പിച്ച ഒരു ആദരവ് നൽകുന്ന ചടങ്ങായിരുന്നു അത്. അതിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നുകൊണ്ട് ഇതാ ധൂർത്തടിച്ചെന്നാണ് പറയുന്നത്. എങ്ങനെ? മലയാളം, കേരളം എന്ന പേരൊക്കെ ലോകത്തിന്റെ മുന്നിലേക്ക് എത്തിച്ച നടന് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്ന സന്ദർഭത്തിൽ ആദരിക്കേണ്ടത് ഈ നാടിന്റെ ഉത്തരവാദിത്വമല്ലേ, സർക്കാരിന്റെ ബാധ്യതയല്ലേ? ആ കാര്യം നല്ല വൃത്തിക്ക് ചെയ്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ അതിനെതിരെ പറയാൻ പറ്റുന്ന വാചകം എന്തായിരിക്കും? ധൂർത്ത്. കാര്യം ആ വാചകത്തിൽ കുറച്ചു പേർ ഉടനടി നെഗറ്റീവ് അടിക്കുകയോ അല്ലെങ്കിൽ സംതൃപ്തരാകുകയാണെങ്കിൽ അത് നമുക്ക് കിട്ടിയാൽ മതി. അതുപോലെയാണ് സഞ്ജുവിനും. കേരളത്തിന്റെ ചെറുപ്പക്കാരും സ്പോർട്സ് പ്രേമികളെയും ഒന്നടങ്കം ആ ആദരവ് പരിപാടി ഒരുപാട് വിസ്മയിപ്പിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കും അതിൻ്റെ സംഘടിപ്പിക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും മാറി നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള വാചകം എന്തായിരിക്കും? പങ്കെടുക്കാൻ പറ്റില്ല, തിരഞ്ഞെടുപ്പാണ്, അത് സർക്കാർ സ്പോൺസേഡ് ആണ്, അവർക്ക് കൂടുതൽ മൈലേജ് ആയി പോകും, അതുകൊണ്ട് മാറി നിന്നതിന് ശേഷം എന്ത് എളുപ്പത്തിൽ പറയാം? ധൂർത്താണ്. ഇതിങ്ങനെയൊക്കെ വലിയ ആദരവ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? വെറുതെ വിളിച്ച് സെക്രട്ടേറിയറ്റിനകത്ത് വെച്ചൊരു അവാർഡോ ട്രോഫിയോ കൊടുത്താൽ പോരെ എന്നായിരിക്കും ഇവരുടെ ആക്ഷേപം. പക്ഷേ സൗകര്യപ്പെടില്ല. നിങ്ങളുടെ പണി തുടർന്നോളൂ. എന്തിനേയും ആക്ഷേപിക്കാനല്ലാതെ അത്രയും മഹത്തരമായി ചെയ്യാൻ ഒരിക്കലും നിങ്ങൾക്ക് കഴിയാറുമില്ല. കാര്യം ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം കേരളത്തിൽ ആദ്യമായി ലഭിച്ചത് അടൂർ ഗോപാലകൃഷ്ണനാണ്. അദ്ദേഹം തന്നെ മോഹൻലാലിന് ആദരവ് നൽകുന്ന പരിപാടിയിൽ ഇരുന്നതിന് ശേഷം എനിക്കിത് കിട്ടിയ സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള ഒരു ആദരവ് നൽകാൻ അന്നത്തെ സർക്കാർ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ അത് ആർക്ക് നേരെയുള്ള ആക്ഷേപമാണ്? കലാകാരനായിക്കോട്ടെ അല്ലെങ്കിൽ സ്പോർട്സ് താരമായിക്കോട്ടെ, കേരളത്തെ പ്രതിനിധീകരിച്ച് രാജ്യത്തിന്റെ ഭാഗമായി അതിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ അവരെ സമൂഹത്തിന്റെ മുന്നിൽ ആദരിക്കേണ്ടത് ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്. അത് ഗംഭീരമായിട്ടും കളർഫുള്ളായിട്ടും തന്നെയാണ് ചെയ്യേണ്ടത്. മോഹൻലാലിന് ആ ആദരവ് നൽകാൻ സർക്കാരിന് കഴിഞ്ഞു. അതിൽ മോഹൻലാൽ സംതൃപ്തരാണ്, ഈ നാട്ടിലെ കലാ ആസ്വാദകർ സംതൃപ്തരാണ്. അസംതൃപ്തരായിട്ടുള്ള ഒരു വിഭാഗം സർക്കാർ വിരുദ്ധരും ഒപ്പം തന്നെ പ്രതിപക്ഷവുമാണ്. അതുകൊണ്ട് സഞ്ജുവിന് കൊടുക്കാൻ പോകുന്ന ആ ഗംഭീരമായിട്ടുള്ള ആദരവ് ചടങ്ങ്, അതിന് നേരെ വരാനിരിക്കുന്ന പഴിയാണ് ധൂർത്ത് എന്ന വാക്കെന്ന് മുൻകൂട്ടി തന്നെ നാട്ടുകാർ അറിഞ്ഞിരിക്കണം.